നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ ശൈത്യം കടുക്കുകയാണ്. സൗദിയുടെ വടക്കൻ ഭാഗങ്ങളിൽ ഡിസംബർ 21-ന് സൗദി ഈ വർഷത്തെ ദൈർഘ്യമേറിയ രാത്രിക്ക് സാക്ഷ്യം വഹിക്കും. രാജ്യത്ത് ശൈത്യം കടുത്ത പിന്നാലെ മുന്നറിയിപ്പുമായി ആരോഗ്യ മന്ത്രാലയ അധികൃതർ രംഗത്തെത്തിയിരിക്കുകയാണ്. പകർച്ചവ്യാധി മുന്നറിയിപ്പാണ് അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നത്. രാജ്യത്ത് ഇത്തവണ കാലാവസ്ഥാജന്യ രോഗങ്ങൾ കഴിഞ്ഞ 2 വർഷങ്ങളെ അപേക്ഷിച്ച് മാരകമായിരിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയ വക്താവ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പ്രതിരോധ കുത്തിവയ്പ് ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക മാത്രമാണ് ഇതിൽ പോംവഴിയെന്നും മന്ത്രാലയം വ്യക്തമാക്കി കഴിഞ്ഞു. രാജ്യത്ത് ശൈത്യം ശക്തമായതോടെ കാലാവസ്ഥാജന്യ രോഗങ്ങൾ ശക്തമാകാൻ ഇടയുള്ളതായി സൗദി ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. കഴിഞ്ഞ 2 വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം പ്രകടമാകുന്ന പകർച്ചവ്യാധികളുടെ ലക്ഷണങ്ങൾ മാരകമായി മാറുന്നതായി ആരോഗ്യ മന്ത്രാലയ വക്താവ് മുഹമ്മദ് അൽ അബ്ദുൽ അലി പറഞ്ഞു. പനി ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ മരണത്തിന് വരെ കാരണമാകുന്നുണ്ട്. പ്രതിരോധ കുത്തിവയ്പ് ഉൾപ്പെടെയുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക മാത്രമാണ് ഇതിൽ ചെയ്യാനുള്ളത്. വാക്സിൻ സ്വീകരിച്ചവരിൽ 80% വരെ രോഗപ്രതിരോധം സാധ്യമാകുന്നതായും അദ്ദേഹം വിശദീകരിച്ചു. ആശുപത്രി അത്യാഹിത വിഭാഗങ്ങളിൽ ദിവസേന എത്തുന്ന അസുഖ ബാധിതരുടെ എണ്ണത്തിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രോഗബാധിതർ മാസ്ക് ധരിക്കണം, പുറത്തിറങ്ങിയുള്ള സഞ്ചാരം ഒഴിവാക്കണം, ശീതക്കാറ്റും മഴയും കൊള്ളുന്നത് പരമാവധി കുറയ്ക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതേസമയം സൗദിയിൽ കനത്ത കാലാവസ്ഥാ വ്യതിയാനം തുടരുകയാണ്. രാജ്യത്ത് കനത്ത മഴ പെയ്യുമെന്ന മുന്നറിയിപ്പും പുറത്തു വന്നു കഴിഞ്ഞു. ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനമനുസരിച്ച് രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യത നിലനിൽക്കുന്നുണ്ട്. അടുത്ത ആഴ്ചയുടെ അവസാനം വരെ മഴ ലഭിക്കുമെന്നാണ് അറിയിപ്പ്. ഈ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. മഴയ്ക്ക് പുറമെ കാറ്റിനും ഇടിമിന്നലിനും ആലിപ്പഴ വീഴ്ചയ്ക്കും സാധ്യതയുള്ളതിനാൽ റോഡുകളിലെ ദൂരക്കാഴ്ച അടക്കം കുറഞ്ഞ് അപകട സാഹചര്യം ഉണ്ടാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. റിയാദ് മേഖലയിലെ സുൽഫി, ഷർഖ, മജ്മ, റമം അൽ ദവാദിമി, അഫീഫ്, അൽ മുസാഹിമിയ, അൽ ഖുവയ്യ, അൽ ഖർജ് ഗവർണറേറ്റുകൾ, കിഴക്കൻ പ്രവിശ്യയിൽ ജുബൈൽ, നൈറിയ, ഖതീഫ്, ദമാം, ദഹ്റാൻ, അൽ ഖോബാർ, അബ്ഖൈഖ്, അൽ അഹ്സ എന്നിവിടങ്ങളിലും മഴ പെയ്യും. കൂടാതെ മഴവെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും പൊതുജനം അപകടം ഒഴിവാക്കാനായി അകലം പാലിക്കണമെന്നും വാദികൾ മുറിച്ചു കടക്കരുതെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. വിവിധ വാർത്താ മാധ്യമങ്ങൾ വഴി അധികൃതർ യഥാസമയം നൽകുന്ന മുന്നറിയിപ്പുകൾക്ക് പൊതുജനങ്ങൾ കൃത്യമായ ശ്രദ്ധ ചെലുത്തണമെന്നും സൗദിയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.